കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് അടിവെച്ചടുക്കുകയാണ് വി.ഡി. സതീശൻ. പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന് യു.ഡി.എഫിനെ മിന്നും വിജയത്തിലേക്ക് നയിച്ച വി.ഡി. സതീശൻ ഇന്ന് എത്തി നിൽക്കുന്നത് കോൺഗ്രസിന്റെ അഭിനവ ലീഡർ എന്ന പദവിയിലേക്കാണ്. കേരളം എന്ന സംസ്ഥാനത്തെ വി.ഡി. സതീശൻ ഉള്ളം കൈയിലെടുക്കുമ്പോൾ ഞെട്ടുന്നത് മറ്റാരുമല്ല, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ്. വി.ഡി. സതീശൻ യു.ഡി.എഫ് സർക്കാരിൽ നിർണായക പദവിയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അത് മുഖ്യമന്ത്രിയായിട്ടാണെങ്കിലും അല്ലെങ്കിലും അതിന് വലിയ മാറ്റമൊന്നുമില്ല. ഇവിടെ ഒരു കോംപ്രമൈസിന് ശ്രമിക്കുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശൻ. SNDP നേതൃത്വത്തിൽ നിന്ന് സമ്മർദ്ദം ശക്തമാണ്. സർക്കാരിൽ നിന്ന് വേണ്ട പിന്തുണ കിട്ടില്ലെന്നും എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നുമാണ് നേതാക്കൾ വെള്ളാപ്പള്ളിക്ക് നൽകുന്ന മുന്നറിയിപ്പ്. SNDP യോഗം ആശംസകൾ അറിയിക്കാൻ ബന്ധപ്പെട്ടുവെന്നും കാര്യമായ പ്രതികരണം ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതായത് വെള്ളാപ്പള്ളിയെ സതീശൻ ആട്ടിവിട്ടുവെന്ന് പറയുന്നതിൽ തെറ്റ് പറയാൻ സാധിക്കില്ല. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് 100 സീറ്റ് ലഭിച്ചാൽ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുമെന്ന മുൻ പ്രഖ്യാപനത്തിൽ നിന്ന് മലക്കം മറിഞ്ഞിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ പഴയ വെല്ലുവിളിയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ അങ്ങനെ പലരും പലതും പറഞ്ഞു കാണും എന്ന മറുപടിയോടെ വെള്ളാപ്പള്ളി ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി. ചോദ്യം ആവർത്തിച്ചപ്പോൾ വെള്ളാപ്പള്ളി ക്ഷുഭിതനാവുകയാണ് ഉണ്ടായത്. 2025 ജൂലൈയിൽ പറവൂരിൽ നടന്ന ചടങ്ങിലായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ വെള്ളാപ്പള്ളി പരസ്യമായി വെല്ലുവിളിച്ചത്. യു.ഡി.എഫിന് 100 സീറ്റ് കിട്ടിയാൽ താൻ സ്ഥാനം രാജിവെക്കാമെന്നും എന്നാൽ ലക്ഷ്യം കണ്ടില്ലെങ്കിൽ സതീശൻ വനവാസത്തിന് പോകുമോ എന്നുമായിരുന്നു അന്നത്തെ ചോദ്യം. വി.ഡി. സതീശന് അഹങ്കാരമാണെന്നും രാഷ്ട്രീയത്തിൽ അഹങ്കരിക്കുന്നവർക്ക് തോറ്റ ചരിത്രമാണുള്ളതെന്നും അദ്ദേഹം അന്ന് പരിഹസിച്ചിരുന്നു. യു.ഡി.എഫിന് 98 സീറ്റ് പോലും ലഭിക്കില്ലെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഉറച്ച നിലപാട്. അന്ന് വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി ഏറ്റെടുത്ത വി.ഡി. സതീശൻ യു.ഡി.എഫിന് 100-ലധികം സീറ്റുകൾ ലഭിക്കുമെന്നും മറിച്ചാണെങ്കിൽ താൻ വനവാസത്തിന് പോകാൻ തയ്യാറാണെന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പഴയ പ്രസ്താവനകളെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് താൻ അത്തരമൊരു വെല്ലുവിളി നടത്തിയിട്ടില്ല എന്ന രീതിയിലുള്ള സമീപനമാണ് വെള്ളാപ്പള്ളി സ്വീകരിക്കുന്നത്. വീഡിയോ സഹിതം മാധ്യമങ്ങൾ വാർത്തയാക്കുമ്പോൾ ഓന്തുമാറുമോ ഇതുപോലെ നിറം എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. നേരത്തെ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ നിലപാട് മാറ്റിയിരുന്നു നടേശൻ. കാരണം ഒന്ന് മാത്രം, അത് സംസ്ഥാനത്തുണ്ടായ കനത്ത പോളിംഗ് ആണ്. ഇതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകണമെന്നാണ് ആഗ്രഹമെന്ന് പറഞ്ഞത്. പിന്നാലെ കോൺഗ്രസിലെ പല നേതാക്കളും മുഖ്യമന്ത്രി പദവിക്ക് യോഗ്യനാണെന്ന് പറഞ്ഞിടത്താണ് സതീശനെ പിന്തുണച്ച് സംസാരിച്ചത്. വി.ഡി. സതീശന് മുഖ്യമന്ത്രിയാകുവാൻ യോഗ്യതയില്ലെന്ന് ഇതിനു മുൻപ് പലകുറി ആവർത്തിച്ച വെള്ളാപ്പള്ളി തരംഗം വലത്തോട്ടാണെന്ന് ബോധ്യമായിടത്താണ് സതീശന് യോഗ്യതയുണ്ടെന്ന് പറഞ്ഞത്. MLA എന്ന നിലയിൽ പാസ്സായി വന്നു കഴിഞ്ഞാൽ എല്ലാവരും യോഗ്യരല്ലേ എന്നാണ് വെള്ളാപ്പള്ളിയുടെ ന്യായം. ആരെങ്കിലും അയോഗ്യരാണെന്ന് പറഞ്ഞാൽ ശരിയാണോ? കോൺഗ്രസിൽ 3-4 പേർ മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിലും പൊതുപ്രവർത്തനത്തിലും വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ടാവും. അത് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും മറ്റുള്ളവർക്കും കാണുമെന്നും അത് സ്വാഭാവികമാണെന്നും നടേശൻ പറയുന്നുണ്ട്. നേരത്തെ വെള്ളാപ്പള്ളിയുടെ ക്രൂരമായ പരിഹാസങ്ങൾക്ക് വി.ഡി. സതീശൻ വിധേയനായിരുന്നു. ഇതിന് പിന്നാലെയാണ് യു.ഡി.എഫ് മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന പ്രഖ്യാപനം വി.ഡി. സതീശൻ നടത്തിയത്. പിന്നീട് ഒളിഞ്ഞും തെളിഞ്ഞും സതീശനെതിരെ അവഹേളന നീക്കങ്ങളാണ് വെള്ളാപ്പള്ളി നടത്തിയത്. പോങ്ങൻ എന്ന പദപ്രയോഗം വരെ പ്രതിപക്ഷ നേതാവിനെതിരെ വെള്ളാപ്പള്ളി അഴിച്ചുവിടുന്നുണ്ടായിരുന്നു. പല രാഷ്ട്രീയ നേതാക്കന്മാരുമായി നേരിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ള നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ ഏറ്റുമുട്ടലിന്റെ സതീശൻ വേർഷനാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നടന്നത്. മറ്റ് നേതാക്കന്മാരെ പരിഹസിക്കുന്നതിൽ നിന്നും മാറി ശക്തമായ വിമർശനങ്ങളാണ് സതീശന് നേരെ വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചത്. എന്നാൽ ഇന്ന് കഥ മാറി. സതീശൻ അജയനാണ്. ഇനിയുള്ള വർഷങ്ങൾ സതീശന്റേതാണ്. അതുകൊണ്ടുകൂടിയാണ് ഒരു അനുനയത്തിനുള്ള നീക്കം വീണ്ടും വെള്ളാപ്പള്ളിയിൽ നിന്ന് ഉണ്ടാകുന്നത്.